കരുതുന്ന കരങ്ങൾ കരുത്തുള്ളതാ. ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്കാനന്ദം നീ മാത്രമേ. യവന ഭാഷക്കാരും എബ്രായ ഭാഷക്കാരും രണ്ടും യഹൂദന്മാരാ. പക്ഷേ ചില ആളുകൾ എബ്രായ ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ കൂടുതൽ ആളുകളും മറ്റു പല സ്ഥലങ്ങളിലെ മൈഗ്രേറ്റ് ചെയ്തവരായതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവര് ഗ്രീക്ക് ഭാഷയാണ് സംസാരിക്കുന്നത്. അതിനകത്ത് തന്നെ ഈ യെരുശലേമിലെ സഭ ആയതുകൊണ്ട് അവർക്ക് നാച്ചുറലി അവിടെയുള്ള ആളുകളൊക്കെ ഒരു പ്രോമിനൻസ് അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെയുള്ളവർ യവന ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ വിധവമാരെ ശരിയായിട്ട് നോക്കുന്നില്ല, അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. അതൊക്കെയാണ് അവരുടെ പ്രശ്നമായിട്ട് യവന ഭാഷക്കാർ പറയുന്നത്. തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. മർമറിങ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിറുപിറുപ്പ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ രക്തത്തിൽ കിടക്കുന്നതാണെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. കാര്യം മിസ്രൈമിൽ നിന്ന് ചോരത്തളി ആചരിച്ച് പോകുന്ന സമൂഹം മുഴുവൻ 40 വർഷം ചെയ്ത ഏറ്റവും വലിയ പാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിറുപിറുപ്പാണ്. അതിനകത്തുനിന്ന് ഇത്രയും രക്ഷിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മസാനം ഒക്കെ പ്രാപിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവന്മാരുടെ രക്തത്തിൽ എന്തോ കിടപ്പുണ്ട്, പിറുപിറുപ്പ്. ഒരുപക്ഷെ റീസൺ കാണുമായിരിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. രണ്ടു കൂട്ടരും യഹൂദ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നവരായിട്ടും അവർ പിറുപിറുത്തു. എന്നാൽ അപ്പൊ ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ആത്മീക പാരമ്പര്യമുള്ള സഭകളിലും ചിലപ്പോൾ എന്തുണ്ടാകാം, ഡിവിഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടാകരുത്. അത് ഐഡിയൽ സ്റ്റേജ് അല്ല. പക്ഷെ ഈ സാധ്യതയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തള്ളിക്കളയാൻ പറ്റത്തില്ല. മർമറിങ് ഉണ്ടാകാം, എന്നെ നോക്കുന്നില്ല, എന്നെ കാണുന്നില്ല, ഇതൊക്കെ ആളുകളുടെ പ്രശ്നം. എന്നെ ശ്രദ്ധിക്കുന്നില്ല. വോൺ കാർലോസ് ഓർട്ടിസിന്റെ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചുള്ള ബുക്കിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് വി ആർ ജസ്റ്റ് ഇൻഫന്റ്സ്. കുഞ്ഞുങ്ങളായതുകൊണ്ടാണ്. ഈ കുഞ്ഞുങ്ങളുടെ ഇപ്പം വോൺ കാർലോസ് ഓർട്ടിസ് ആദ്യം ഒരു സഭയിൽ ചെന്നു. അവിടെ 600 വിശ്വാസികളുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു. പെട്ടെന്ന് തന്നെ 4000 വിശ്വാസികളായി. 4000 വിശ്വാസികളായപ്പോഴത്തേക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. എല്ലാ മീറ്റിങ്ങിലും പ്രസംഗിക്കണം. അങ്ങ് കൺജസ്റ്റഡായി ഭയങ്കരമായിട്ട്. 6000 വിശ്വാസികളുടെ പാസ്റ്ററാ. ഒടുവില് എപ്പോഴും ഫോൺ വിളി, മറ്റുള്ള ആളുകൾ കാണാൻ വരുന്നു. ഇങ്ങനെ അനങ്ങാൻ പോലും സമയമില്ലാതെ വന്നപ്പം സഭക്കാരെല്ലാം കൂടെ തീരുമാനിച്ചു, ഇങ്ങനെ പാസ്റ്റർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കാം. അതായത് പാസ്റ്ററെ കാണണമെങ്കിൽ നേരത്തെ ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കണം, നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കാം എന്നിങ്ങനെ പറഞ്ഞു. അത് വോൺ കാർലോസ് ഓർട്ടിസ് പറഞ്ഞതല്ല, അവരുടെ സഭക്കാർ പറഞ്ഞതാണ്. അങ്ങനെ അപ്പോയിന്റ്മെന്റ് ഒക്കെ വാങ്ങിച്ചു. പക്ഷേ അപ്പോയിന്റ്മെന്റ് അങ്ങ് ഫുള്ളാ. പാതിരാത്രി വരെ അപ്പോയിന്റ്മെന്റ് ആണ്. പിറ്റേ ദിവസം രാവിലെ കൊണ്ട് ആളുകൾ കാണാൻ നിൽക്കുകയാണ്, സംസാരിക്കാൻ നിൽക്കുകയാണ്. ഭയങ്കര ഇതാ. അപ്പം പിള്ളേരെ സ്കൂളിൽ പോകണമെങ്കിൽ പ്രാർത്ഥിച്ചു വിടണം. ആരെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ ആശുപത്രി പോകണം. എല്ലാത്തിനും ഓട്ടമാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ആകെപ്പാടെ അന്നൊരു കാറ് ബ്യൂണസ് ആയർസിലാണ് ഇപ്പോഴും ജീവിച്ചിരിപ്പണൊക്കെ. അപ്പോൾ ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് വന്ന് ഇദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനും നേരമില്ല, തിരുവചനം വായിക്കാനും ഒന്നിനും നേരമില്ല. ഒരു ദിവസം കർത്താവ് വോൺ കാർലോസിന് ചോദിച്ചു, വോൺ, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തരുമോ? എനിക്ക് നിന്നോട് കുറച്ചു നേരം സംസാരിക്കണമായിരുന്നു. എന്നെ വോൺ കാർലോസ് പറഞ്ഞു, എന്താ കർത്താവ് എന്നോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് എപ്പം വേണമെങ്കിലും എന്നോട് സംസാരിക്കാമല്ലോ. അല്ല, എനിക്ക് ഇച്ചിരി കൂടുതൽ സമയം, എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാമല്ലോ. അതെനിക്കൊരു 2 ആഴ്ച വേണം. 2 ആഴ്ച. അപ്പോഴാലോചിച്ച്, കർത്താവേ, 2 ആഴ്ച ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ എന്റെ സഭയുടെ അവസ്ഥ എന്തോ ആകും? ഞാനില്ലെങ്കിൽ നിനക്കറിയാമല്ലോ, ഞാനിതിനൊന്നും പുറകെ പോകുന്നതല്ല. പക്ഷേ എല്ലാ മീറ്റിങ്ങിനും ഞാൻ പ്രസംഗിക്കണമെന്ന് അവർ പറയുന്നത്. യൂത്ത് മീറ്റിങ്ങിന് ഞാൻ പ്രസംഗിക്കണം, വിമൻസ് മീറ്റിങ്ങിന് പോലും എന്നെ കൊണ്ട് അവരിപ്പം പ്രസംഗിപ്പിക്കുന്നത്. അത് തന്നെയല്ല, കർത്താവ് ഇവർക്ക് പാട്ട് ശരിക്കും അറിയത്തില്ല, ഞാൻ ആ പാട്ടൊക്കെ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ തിരിയാൻ പോലും സമയമില്ല. അതിനിടയ്ക്ക് 2 ആഴ്ച എങ്ങനെയാണ് കർത്താവെ മാറി നിൽക്കുന്നത്? അങ്ങനെ കർത്താവ് വോണിനോട് ചോദിച്ചൊരു ചോദ്യം, വാട്ട് ഡു യു റൺ? ആർ യു റണ്ണിങ് എ ചർച്ച്? യെസ്, യു നോ ദാറ്റ്. എനിക്കറിയത്തില്ല, ഞാൻ സഭയാണ് നയിക്കുന്നത്. കർത്താവ്, ഐ ഡോണ്ട് കോൾ ഇറ്റ് എ ചർച്ച്, പിന്നെ ഐ കോൾ ഇറ്റ് എ ക്രഷ്. അതെന്താ കർത്താവേ? നേരത്തെ നീ ഇവിടെ വന്നപ്പോൾ 400 പേരുണ്ടായിരുന്നു. നീ അവർക്ക് സ്പൂൺ ഫീഡിങ് നടത്തി. നീ ഇല്ലെങ്കിൽ അവർക്കൊന്നും പറ്റത്തില്ല. ഒരു പിള്ളേരായിരുന്നു. ഇപ്പൊ 6000 പേർക്ക് നീ സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോഴും പിള്ളേരാ. ഇതൊരു ശിശു പരിപാലന കേന്ദ്രമാണ്. അല്ലാതെ ഇതിനെ ഞാൻ സഭയെന്ന് വിളിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്കിനകത്ത് അദ്ദേഹം പറഞ്ഞത്, ദ ചർച്ച് ഫേസസ് 2 ഡിഫറെന്റ് മെയിൻ പ്രോബ്ലംസ്. ഫസ്റ്റ്, ഇറ്റേണൽ ചൈൽഡ്ഹുഡ് ഓഫ് ദി ബിലീവർ. അദ്ദേഹം ഉപയോഗിച്ച വാക്കതാ. എന്നും കുഞ്ഞുങ്ങളായിരിക്കുന്ന വിശ്വാസികൾ. വളർച്ചയില്ല. സഭയിലെ ആള് കൂടുന്നുണ്ട്, പക്ഷേ സഭയിലെ ആളുകൾ എന്ത് ചെയ്യുന്നില്ല? വളർച്ചയില്ല. അവർ ശിശുക്കളാണ്. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, പ്രാർത്ഥിക്കുന്നത് ശിശുക്കളുടെ പ്രാർത്ഥന. തരണേ, അനുഗ്രഹിക്കണേ. ഇതെല്ലാം ശിശുക്കളെ. അദ്ദേഹം ശിശുക്കളുടെ പ്രത്യേകത പറഞ്ഞറിയാമോ? ശിശുക്കൾക്ക് എപ്പോഴും ഇങ്ങോട്ട് കിട്ടണം. അവർക്കൊന്നും കൊടുക്കാൻ അറിയത്തില്ല. മമ്മി ഗിവ് മീ ദാറ്റ്, ഡാഡി ഐ നീഡ് ദിസ്, പാപ്പ, അല്ലെങ്കിൽ പിന്നെ എല്ലാം തരണം. അവർക്കെല്ലാം കിട്ടിക്കൊണ്ടിരിക്കണം.
അവരങ്ങോട്ട് കൊടുക്കാനായിട്ട് പഠിച്ചിട്ടില്ല. പ്രായമാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങോട്ട് കിട്ടണമെന്നല്ല, നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? കൊടുക്കാൻ തുടങ്ങും. ഒരു ദൈവസഭയിൽ ഇത് തന്നെയാണ് വേണ്ടത്. കുഞ്ഞുങ്ങളുണ്ട്, പ്രായമുള്ളവരുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം, സമ്മതിച്ചു. പക്ഷേ കുഞ്ഞുങ്ങൾ വളരണം. വളർന്നു കഴിഞ്ഞാൽ ഇതിപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാക്ഷി പറയാനൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ പറയുന്നത് എന്നറിയാമോ? കഴിഞ്ഞ ആഴ്ച കർത്താവ് എനിക്ക് നല്ലവനും വിശ്വസനമായിരുന്നു, എന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര വർഷമായി കർത്താവിനെ അറിഞ്ഞിട്ട്? 32 വർഷമായി. എന്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, അല്ലേ? ചിലപ്പോൾ പരാതിയുമാണ്, ഞാൻ അസുഖമായി കിടന്നിട്ട് ഒരാൾ ഈ സഭയിൽ നിന്ന് എന്നെ ഒന്ന് വന്ന് കണ്ടില്ല. എടാ, ഈ സഭയിൽ എത്രയോ പേര് സൗഖ്യമില്ലാതെ കിടന്നപ്പോൾ നീ പോയി കണ്ടോ? അതെനിക്ക് സമയമില്ലായിരുന്നു. പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം സമയമുണ്ട് നിന്നെ വന്ന് കാണാനല്ലേ? ഇതാ ശൈശവത്വം എന്ന് പറയുന്നത്. വളരുമ്പോൾ എന്ത് ചെയ്യും? നിന്നെ വന്ന് കാണണമെന്ന് നിനക്ക് നിർബന്ധമില്ല, നീ ചെന്ന് കാണും. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നുള്ള പറയുന്നുണ്ട്. എന്താ ബ്രദറെ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ, അങ്ങോട്ട് കൊടുക്കാനായിട്ട് പഠിക്കുക. അതാണ് ശൈശവത്വത്തിൽ നിന്നുള്ളൊരു വളർച്ച ഉണ്ടാകണമെങ്കിൽ, അല്ലെ? ഇവരൊക്കെ സിൻസിയറാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്നത്തെ പ്രശ്നം ഇതാണ്, നമ്മൾ പലപ്പോഴും ശൈശവാവസ്ഥയിലാണ്. ശൈശവാവസ്ഥയിൽ എല്ലാത്തിനും മറ്റുള്ളവർ പ്രാർത്ഥിക്കണം, മറ്റുള്ളവരെ അവരെ എന്നെ നോക്കിയില്ല, എന്നെ കരുതിയില്ല. ബ്രദറെ, ഞാൻ പുറകെ ചെന്നതാ, പക്ഷെ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. എടാ, പുറകെ പോകുന്നവനെ നമ്മളിപ്പോ എങ്ങനെ കാണുന്നത്, ഇല്ലേ? കൈ തന്നില്ല, ചിലപ്പോൾ കൈ ചിലപ്പോൾ വീശി കാണത്തെ എത്ര ഉള്ളായിരിക്കും. അത് പറ്റത്തില്ല, കൈ തരണം. നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ, നമ്മൾ ചിന്തിക്കുന്നതായ രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകും, പിറുപിറുക്കും. കാര്യം എന്നറിയാമോ? ശിശുക്കളാണ്. കുഞ്ഞുങ്ങളല്ലേ വലിയ വഴക്കുണ്ടാക്കുന്നതല്ല. മമ്മി എന്നെ നോക്കിയില്ല, എനിക്ക് അത് തന്നില്ല, മുട്ടായി തന്നില്ല, എല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നതെല്ലാം, അല്ലെങ്കിൽ പിറുപിറുപ്പിന്റെയും പരാതിയുടെയും എല്ലാം നോർമൽ വേയിൽ ആരാ പറയുന്നത്? ശിശുക്കളാണ്. ഒരു സഭയിൽ ആളുകൾ പിറുപിറുത്താൽ അതിന്റെ അർത്ഥം അവർ ശിശുക്കളാണെന്നാണ്, അവർ കുഞ്ഞുങ്ങളാണ്. അവ ആദിമസഭയിൽ ഇവർക്കിതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും നല്ലൊരു ശതമാനം ആളുകളും എങ്ങനെയുള്ളവരായിരുന്നു? ശിശുക്കളായിരുന്നു. ദാറ്റ് ഈസ് എ പ്രോബ്ലം. അപ്പോൾ സഭയിൽ പ്രശ്നങ്ങളുണ്ട്. വാസ്തവം പറഞ്ഞാൽ ഐ താങ്ക് ഗോഡ്, ഈ വേദപുസ്തകത്തെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നതിന്റെ ഒരു കാരണം എന്നറിയാമോ? ഒരു ഐഡിയൽ സ്റ്റേജ് മാത്രമല്ല ഇതിനകത്ത് കാണിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതും എഴുതി വെക്കും. ദാവീദ് വ്യഭിചാരം ചെയ്താൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനല്ലേ, അത് എഴുതണ്ടെന്ന് എഴുത്തുകാരൻ ചിന്തിച്ചില്ല, അതും എഴുതി വെക്കും. എന്തെല്ലാം മനുഷ്യന് എന്തെല്ലാം അബദ്ധം കാണിച്ചാലും അതെല്ലാം എന്ത് ചെയ്യും? എഴുതി വെക്കും. വിശ്വാസികൾ അബദ്ധം കാണിച്ചാലും എഴുതി വെക്കും. ആത്മനിറവുള്ളവന് എന്തെങ്കിലും തെറ്റ് കാണിച്ചാലും അതും എന്ത് ചെയ്യും? എഴുതി വെക്കും. അതുകൊണ്ടാണ് ഞാൻ ബൈബിളിനെ സ്നേഹിക്കുന്ന ഒരു കാര്യം എന്നറിയാമോ? ഇറ്റ് ഇസ് എ ജെനുവിൻ ബുക്ക്. ഇറ്റ്സ് എ ജെനുവിൻ ബുക്ക്. ചിലപ്പം ഈ മുസ്ലിങ്ങളൊക്കെ പറയുന്നത് ഇത് തിരുത്തിയതാണ്, ഇത് പെർഫെക്റ്റ് അല്ല, ഇത് തിരുത്തിയതാണ് എന്നൊക്കെ പറയും. എനിക്ക് ഒരു വിശ്വാസമില്ലാത്ത സാധനമാണ് ഇത് തിരുത്തിയതാണെന്ന്. അതിന്റെ കാര്യം എന്നറിയാമോ? തിരുത്തിയതാണെങ്കിൽ അപ്പം ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ 25 കോൺട്രഡിക്ഷൻസ് യു ഫൈൻഡ് ഇൻ ദ ബൈബിൾ. വേദപുസ്തകത്തിൽ നിങ്ങൾ കാണുന്ന 25 അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻസ്. ഞാൻ പറഞ്ഞാൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടെന്നുള്ളതാണ് ഇത് തിരുത്തിയില്ലെന്നുള്ളതിന്റെ തെളിവ്. ഞാൻ ബേസിക്കലി ഒരു ജേർണലിസ്റ്റ് ആണ്, എനിക്ക് എഡിറ്റിംഗിന്റെ പണിയാണ്, ഞാൻ ചെയ്ത കാര്യമാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ വായിച്ചിട്ട് പല കോൺട്രഡിക്ഷൻസ് ബൈബിളിൽ കണ്ടിട്ടുണ്ട്. ഇതെങ്ങാനും ദൈവം എന്നെ എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ കൂളായിട്ട് ഇതൊക്കെ മാറ്റി ഞാൻ പെർഫെക്റ്റ് ആയിട്ടൊരു സാധനം എഴുതിയാണ്. പക്ഷേ ബൈബിളിലെ കോൺട്രഡിക്ഷൻസ് അതുപോലെ തന്നെ കിടക്കുന്നതിന്റെ കാര്യം എന്നറിയാമോ? ഇത് ഇതുവരെ ആരും മാനുഷികമായി തിരുത്താൻ പോയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബൈബിൾ തിരുത്തിയില്ല എന്നതിന്റെ തെളിവാണ് ബൈബിളിലെ കോൺട്രഡിക്ഷൻസ്. ബൈബിളിലെ ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്നതിന്റെ ഒരു കാരണം അത് മനുഷ്യന്റെ ബലഹീനതകളെയൊക്കെ, ഇപ്പം യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 2-ാം അധ്യായം വായിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അടുത്തന്നെ പറയുന്നത്, നിങ്ങളിൽ ഒരുത്തൻ പാപം ചെയ്താലോ. ഐ ലവ് ദാറ്റ് വേർഡ്സ്. നമ്മളെഴുതുകയാണെങ്കിൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്. പക്ഷെ വേദപുസ്തകം എഴുതുമ്പോൾ യോഹന്നാന് മനസ്സിലായി പാപം ചെയ്യരുത്, പക്ഷെ ചിലപ്പം പോസിബിലിറ്റി ഉണ്ട്, ഈ കുഞ്ഞുങ്ങളല്ലേ, ചിലപ്പോൾ ഒരു പാപം ചെയ്തെന്ന് ഇരിക്കും. അങ്ങനെ ചെയ്താൽ എന്തോ വേണമെന്നുള്ളത് താഴെ എഴുതാം. അപ്പോൾ ജെനുവിനിറ്റി, വേദപുസ്തകം പോലെ ജെനുവിനായിട്ടുള്ള ഒരു മതഗ്രന്ഥവും ലോകത്തിലില്ല. ജെനുവിനിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത് ദൈവവിശ്വാസ്യമാണ്, അത് വേറെ കാര്യം. അതിലുപരിയായി അല്ലെങ്കിൽ നമുക്ക് ഐ ലവ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ജെനുവിൻ ബുക്ക്. അതുകൊണ്ട് വേദപുസ്തകം തിരുത്തിയെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ആളുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് തിരുത്തിയിട്ടൊന്നുമില്ല. ഇറ്റ് ഈസ് ഗിവൺ ബൈ ഗോഡ്. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇതിനകത്ത് കോൺട്രഡിക്ഷൻസ് ഉണ്ട്, ഇല്ലെന്നാരാ പറഞ്ഞത്? ഉണ്ട്. അത് ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ മഹാത്മ്യം. ഇതുപോലെ ആദിമസഭയുടെ ആത്മനിയന്ത്രിത നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 5-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത് ഭയങ്കര ധൈര്യം, ഓരോ ദിവസങ്ങളിലും വീടുകൾ കയറി ഇറങ്ങുന്നു. ആ അധ്യായത്തിൽ തന്നെ കാണുന്നു അനന്യാസും സഫീറയും. ആ അധ്യായം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ കാണുന്നു പിറുപിറുപ്പ്. കാര്യം ഇത് ജെനുവിൻ ബുക്കാണ്. ഇതിനകത്ത് തിരുത്തലുകളൊന്നുമില്ല. ഇത് എഡിറ്റ് ചെയ്ത് ആരും അതൊന്നും കട്ട് ചെയ്ത് കളഞ്ഞൊന്നുമില്ല. ഇവിടെ ദൈവസഭയിൽ പിറുപിറുപ്പുണ്ടായി, അതൊരു യാഥാർത്ഥ്യമാണ്, ഇല്ലേ? പക്ഷേ ആ പിറുപിറുപ്പുണ്ടായപ്പോൾ
അതിനുള്ള പരിഹാരവുമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേദപുസ്തകം വളരെ ജെനുവിനായിട്ടുള്ള ഒരു ബുക്കാണ്. ഇവിടെ അപ്പോസ്തലന്മാർ ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിടികൊടുത്തു. ശുശ്രൂഷ എന്ന് പറഞ്ഞ ഈ മേശമേൽ ശുശ്രൂഷിക്കാന്നൊക്കെ പറയുന്നത് ഡോണ്ട് തിങ്ക് ദാറ്റ് മറ്റർത്ഥമൊന്നുമല്ല. ഇത്രയേ ഉള്ളൂ, അവരുടെ ഫുഡിന്റെ കാര്യങ്ങളിലും മറ്റുമുള്ള ക്രമീകരണങ്ങളിലെ കാര്യത്തെക്കുറിച്ചാണ് ഈ മേശമേൽ ശുശ്രൂഷിക്കാന്നൊക്കെ പറയുന്നത്. ഭൗതികമായി കാര്യം അവരുടെ സഭയിലെ വിധവമാരെ സംരക്ഷിക്കുന്നതായ ഒത്തിരി കാര്യങ്ങളും മറ്റുമുണ്ട്. ഫണ്ട് ചില ആളുകൾക്ക് കിട്ടുന്നു, ചില ആൾക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെയാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ ഉണ്ടാകരുതായിരുന്നു, പക്ഷേ ഉണ്ട്. അപ്പൊ ആ യാഥാർത്ഥ്യങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള പരിഹാരമായിട്ട് അപ്പോസ്തലന്മാര് എന്താണ് പറയുന്നത്? ഇതും ആദ്യ സഭയുടെ ആദ്യ ദിനങ്ങളിലെ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് നമുക്ക് മാതൃകയായി പിന്തുടരേണ്ട കാര്യമാണ്. അപ്പോസ്തോലിക സഭയിൽ അവരോട് ഇത് യവന ഭാഷക്കാരെ പിറുപിറുത്തപ്പോൾ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. നോക്ക്, അപ്പോസ്തലന്മാര് ശിഷ്യന്മാരുടെ കൂട്ടത്തെ എന്ത് ചെയ്തു? വിളിച്ചു വരുത്തി. നിങ്ങൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു പരാതിയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ഇങ്ങനത്തെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഇറങ്ങി വരുന്നത് യോഗ്യമായ ഒരു കാര്യം അല്ല. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നത് അപ്പോസ്തലന്മാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോസ്തലന്മാരുടെ കയ്യിലൂടെ എല്ലാം കയറി ഇറങ്ങുന്നത്. ഒരു രീതിയിലും ഉള്ള ഒരു താഴോട്ട് ഇറങ്ങുന്ന ഒരു പരിപാടിയും ഇല്ല. പക്ഷെ ഇവര് പറയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അതിനുവേണ്ടി ഞങ്ങളുടെ സമയം അല്ലെങ്കിൽ ഞങ്ങളുടെ എഫേർട്ട് എടുക്കുന്നത് ഒരു യോഗ്യമായ കാര്യം അല്ല. കാര്യം ഞങ്ങൾക്ക് അതിനേക്കാൾ ഉയർന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ്. ഇതിനകത്ത് പേടിയോ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോസ്തലന്മാരുടെ ജോലി എന്താണെന്ന് 2-ാമത്തെ അധ്യായത്തിൽ വാക്യത്തിൽ പറയുന്നു. അവർ പറയാണ്, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താ? ദൈവവചനം ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. അപ്പോസ്തലന്മാർക്ക് സഭയിൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദൈവവചന ശുശ്രൂഷയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊരു കാര്യം ചെയ്യാം. സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊടുത്തുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം. അപ്പൊ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഈ പണം കൈകാര്യം ചെയ്യാന്നുള്ളതൊക്കെ ഞങ്ങൾ അതിന്റെ പുറകെ പോകേണ്ട വലിയ അത്യാവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്കൊരു കൗൺസിൽ ഉണ്ടാക്കാമെന്നും പറഞ്ഞില്ല, പ്രസ്ബിറ്ററി ഉണ്ടാക്കാമെന്നും പറഞ്ഞില്ല, ഞങ്ങൾ അതിന്റെ ചെയർമാൻ ആയിരിക്കാമെന്നും പറഞ്ഞില്ല, എന്നെ പ്രസിഡന്റ് ആക്കണമെന്ന് പത്രോസ് പറഞ്ഞില്ല. അവർ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി നമുക്ക് ചില ഖജാൻജിയെ തെരഞ്ഞെടുക്കാമെന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, ആത്മനിയന്ത്രിതമായ സഭയിൽ വോട്ടുമില്ല, ചീട്ടുമില്ല. ആത്മനിയന്ത്രിത സഭയിൽ അവിടെ താഴെ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങള് പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തെരഞ്ഞെടുത്തുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്കാക്കാം. അപ്പൊ ഭൗമിക കാര്യങ്ങൾ നോക്കി നടത്താൻ അപ്പോസ്തലന്മാർ മെനക്കെടണമെന്നില്ല. അപ്പോസ്തലന്മാരുടെ ജോലി പ്രാർത്ഥനയും വചന ശുശ്രൂഷയും. പ്രാർത്ഥന എന്താണ്? സിറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. അങ്ങനെ പ്രാപിച്ചത് ജനങ്ങൾക്ക് കൊടുക്കുന്നതാണ് വചന ശുശ്രൂഷ. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ മോശ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നിരുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീ നിന്റെ മകനും നിന്റെ മകന്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകളും എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും എന്നിട്ട് നീ ദീർഘായുസ്സുള്ളതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവ ആകുന്നു. പെട്ടെന്ന് ഞാൻ പറയാണ്, അവിടെ പറയുന്നതെന്നറിയാമോ? മോശ പറയാണ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കൽപ്പനകളും ചട്ടങ്ങളും തരികയാണ്, പക്ഷെ ഇത് എന്റെ സ്വന്തമല്ല. ഇതെന്താണ്? യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ എന്റെ തന്നിട്ടുള്ളതാണ്. ഈ കൽപ്പനകളൊന്നും ആരുടേതല്ല, മോശയുടേതല്ല. ഞാൻ ലണ്ടനിലുണ്ടായിരുന്നപ്പം ഒരു 10 വയസ്സുള്ള ഒരു ചെറുക്കൻ, പിള്ളേരുടെ ഒരു ചെറിയൊരു മീറ്റിംഗ് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞറിയാമോ, മറ്റ് മതസ്ഥരായ ആളുകൾ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ അസാമാന്യമായ നിലയിൽ അവരുടെ റിലീജിയൻ പഠിപ്പിച്ച് നമ്മുടെ പിള്ളേരോട് ചോദ്യങ്ങൾ ചോദിപ്പിക്കും. ഇതിപ്പോ നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു കൊച്ചു ചെറുക്കൻ വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, അങ്കിൾ, മോസസ് വാസ് ദ ലോ ഗിവർ, ജീസസ് വാസ് നോട്ട് ദ ലോ ഗിവർ, സോ നാച്ചുറലി മോസസ് ഈസ് ഗ്രേറ്റർ ദാൻ ജീസസ്, റൈറ്റ്? മോശ നിയമങ്ങൾ തന്ന ആള് മോശയാണ്, യേശു അല്ലല്ലോ നിയമങ്ങൾ തന്നത്. അതുകൊണ്ട് യേശുവിനേക്കാൾ വലിയ ആള് മോശയല്ലേ? എനിക്ക് 100% അറിയാം ഇത് ഈ ചെറുക്കന്റെ ചോദ്യമല്ല. കാര്യം 10 വയസ്സുള്ള ചെറുക്കൻ അത്രയ്ക്കും ചോദ്യങ്ങളൊന്നും ചോദിക്കത്തക്ക രീതിയിലൊന്നും ഇക്കാലത്തൊന്നും പിള്ളേർക്ക് അത്രയും ബുദ്ധിയൊന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? അവനോട് അവൻ പഠിക്കുന്ന, ലണ്ടനിലെ കാര്യം ഞാൻ പറഞ്ഞത്, പഠിക്കുന്ന സ്കൂളിലുള്ള ചോദ്യമാണ്. അപ്പൊ നാച്ചുറലി ചെറുക്കന്റെ മനസ്സിൽ സംശയം ഉണ്ടാകും. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, you need to understand one thing. Moses was not the lawgiver. Yes. You know what Moses says? Thus says the Lord. That means it is not his law,
It is the law of the Lord. So, Moses was not the lawgiver. God was the lawgiver. What do you think? What Jesus says? I say unto you. That means he is God. And that is his law. അപ്പോൾ lawgiver really ആരാണ്? It is Jesus. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ചെറുക്കനോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ അവൻ ചിന്തിക്കും, യേശു പാവം അല്ലെ, മോശ ആരായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ ഉപദേശം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരെ വഴിതെറ്റിക്കാൻ പിശാച് 100 ഉപദേശങ്ങളുമായിട്ട് ചെറിയ ക്ലാസ്സുകളിൽ പോലും കയറി ഇറങ്ങി നടക്കുന്നുണ്ട് പിശാചിന്റെ ഏജൻസ്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ഇവിടെ മോശ പറയാണ്, ഇത് എന്റേതല്ലെന്നേ, ഇത് നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ വേണ്ടി എന്നോട് കർത്താവ് കൽപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നുള്ളതേ ഉള്ളൂ. അത് ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് നിങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ കൊച്ചുമക്കൾ വരെ ഉള്ളതിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പം ദൈവം മോശയ്ക്ക് കൊടുത്തു, മോശ ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്തു, ഇസ്രായേൽ ജനത അവരുടെ മക്കൾക്കും അവരുടെ മക്കൾ അവരുടെ മക്കൾക്കും പകർന്നു കൊടുക്കുന്ന ഇതാണ് ശരിക്കും നമ്മൾ കാണുന്നത്. എന്നെ കരുതുന്ന കരങ്ങൾ കരുത്തുള്ളതാ, ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ. ആ കരങ്ങൾ എന്നെ തലോടുമ്പോൾ ഞാൻ നുകർന്നിടും അതിരില്ലാ സ്നേഹം. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്കാനന്ദം നീ മാത്രമേ. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്കാനന്ദം നീ മാത്രമേ. എന്റെ സ്രഷ്ടാവാം ദൈവം, എന്നെ കരുതുന്ന ദൈവം, എന്നെ നടത്തിയ വഴികളോർത്താൽ. എന്റെ സ്രഷ്ടാവാം ദൈവം, എന്നെ കരുതുന്ന ദൈവം, എന്നെ നടത്തിയ വഴികളോർത്താൽ. എത്ര സ്തുതിച്ചാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും മതി വരില്ല. എത്ര സ്തുതിച്ചാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും മതി വരില്ല. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്കാനന്ദം നീ മാത്രമേ. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ. യേശുവേ